നമസ്കാരം. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെയും LDF കൺവീനർ EP ജയരാജന്റെയും സ്ഥാപനങ്ങൾ തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടായത് ജയരാജന്റെ സ്ഥാപനത്തിൽ EDയുടെയും ഇൻകം ടാക്സിന്റെയും പരിശോധന കഴിഞ്ഞപ്പോഴാണെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചിരിക്കുന്നത്. ബിസിനസ് ബന്ധം ആരംഭിച്ച ശേഷം പിന്നീട് കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയുണ്ടായില്ല. EP ജയരാജൻ ബുദ്ധിപൂർവമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാപനവുമായി കരാറുണ്ടാക്കിയത്. രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്താൻ EDക്ക് മുട്ടുവിറയ്ക്കും. പലയിടത്തും BJP രണ്ടാം സ്ഥാനത്ത് വരുമെന്നും BJP സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്നും EP ജയരാജനാണ് പറഞ്ഞത്. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോർക്കണം. BJPയെ സന്തോഷിപ്പിക്കാൻ പിണറായി വിജയനാണ് ജയരാജനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്. കരുവന്നൂരിലെ ED അന്വേഷണം എവിടെ പോയെന്ന് VD സതീശൻ ചോദിക്കുന്നുണ്ട്. CPM നേതാക്കളെ ED വിരട്ടി നിർത്തിയിരിക്കുകയാണ്. CPMഉം BJPയും ഒത്തുചേർന്നാലും തൃശൂരിൽ കോൺഗ്രസ് ജയിക്കും. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല. ഒരിടത്തും BJP രണ്ടാം സ്ഥാനത്തും വരില്ല. BJPക്ക് കേരളത്തിൽ സ്ഥാനമുണ്ടാക്കാനാണ് പിണറായി ശ്രമിക്കുന്നത്. മാസപ്പടി ലാവ്ലിൻ കേസിലെ അന്വേഷണത്തെ പിണറായിക്ക് ഭയമാണെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള റിസോർട്ടാണ് നിരാമയ. രാജീവ് ചന്ദ്രശേഖർ സർക്കാരിലേക്ക് കൊടുത്ത രേഖകൾ ഇതിന് തെളിവാണ്. 11 വർഷം മുമ്പ് റിസോർട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തിരുന്നു. വൈദേകം റിസോർട്ടുമായി LDF കൺവീനർ EP ജയരാജനും കുടുംബത്തിനും ബന്ധമുണ്ട്. ജയരാജൻ പറഞ്ഞത് റിസോർട്ടിന്റെ ഉപദേശകനാണെന്നാണ്. ജയരാജന്റെ കുടുംബാംഗങ്ങൾക്ക് റിസോർട്ടിൽ ഷെയർ ഉണ്ട്. നിരാമയയും വൈദേകം റിസോർട്ടുമായി കരാറുണ്ട്. വൈദേകം റിസോർട്ടിന്റെ നടത്തിപ്പ് ചുമതല നിരാമയയ്ക്കാണ്. നിരാമയ വൈദേകം റിസോർട്ട് എന്നാണ് ഇപ്പോൾ പേരുള്ളത് തന്നെ. വൈദേകം റിസോർട്ടിന്റെയും നിരാമയ റിസോർട്ടിന്റെയും ഉദ്യോഗസ്ഥരുമായി ജയരാജന്റെ കുടുംബം നിൽക്കുന്ന ചിത്രം തന്നെയുണ്ട്. രാജീവ് ചന്ദ്രശേഖറും EP ജയരാജനും ഇക്കാര്യം നിഷേധിച്ചിട്ടില്ല. പരസ്പരം കണ്ടിട്ടില്ലെന്നാണ് ഇരുവരും പറയുന്നത്. അവർ രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ കരാറുണ്ടെന്നാണ് പറഞ്ഞത്. കരാറിന്റെ ഭാഗമായാണ് ഇരു സ്ഥാപനങ്ങളും BJP CPM എന്നതുപോലെ ഒന്നായത്. രണ്ടുപേർക്കും തന്റെ പ്രസ്താവനയോട് പരാതിയുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. രേഖകൾ കോടതിയിൽ ഹാജരാക്കുമെന്നും സതീശൻ പറയുന്നു. ഇക്കഴിഞ്ഞ ദിവസം LDF കൺവീനർ EP ജയരാജന് കേന്ദ്രമന്ത്രിയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയുമായി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. ബിസിനസ് പാർട്ട്ണറെ തള്ളിപ്പറയാൻ ജയരാജൻ തയ്യാറാവില്ലെന്ന് സതീശൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ സംഘപരിവാർ ശക്തികളുടെ B ടീമിന്റെ ക്യാപ്റ്റനാണ് ഇപ്പോൾ EP ജയരാജൻ. അതിന്റെ നോൺ പ്ലേയിങ് ക്യാപ്റ്റനും കോച്ചുമാണ് പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ BJP നിർത്തിയിരിക്കുന്നത് മികച്ച സ്ഥാനാർത്ഥികളെയാണെന്ന ജയരാജന്റെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സതീശന്റെ ഈ പ്രതികരണം. നന്ദി.